ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫൈവറിലെ ബയർ റിക്വസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലെ കമൻസിലൂടെയും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഫൈവറിൽ ഗിഗൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടു, അതുപോലെ SEO ഒക്കെ ചെയ്തു, പക്ഷേ വർക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഈ ബയർ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ പറ്റി നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്താണ് ബയർ റിക്വസ്റ്റ്? അതായത് ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്സ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ ബയർ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഫ്രീലാൻസറിന് നമുക്ക് ഓഫർ അയക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഒരു ബിഗിനറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഗിഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാലും അതിന് ഒരു ക്ലയൻറ്റ് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റിംഗ്സും റിവ്യൂസും ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനൊരു ബയർ റിക്വസ്റ്റ് ആണ് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് ഫൈവർ, എന്താണ് ഗിഗ് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ഫൈവർ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ബയറിൻ്റെ പ്രൊഫൈലിലേക്കാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ നമ്മുടെ സെല്ലറിൻ്റെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. സ്വിച്ച് ടു സെല്ലിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സെല്ലറിൻ്റെ പ്രൊഫൈലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മൾ ബയർ റിക്വസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ നമ്മൾ മോറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബയർ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗിഗുമായിട്ട് മാച്ച് ആവുന്ന എല്ലാ റിക്വസ്റ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആവും. അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റ് അയച്ച ഡേറ്റ്, അതേപോലെ തന്നെ എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സ്, എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, ആ റിക്വയർമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി ഇത് എത്ര പേര് ഈ റിക്വസ്റ്റിന് ഓഫർ അയച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര പേര് ഇത് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഓഫർ അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ നമ്മളിത് ചെയ്ത് കൊടുക്കണം, നമ്മളിതിന് ഓഫർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഇവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ ബഡ്ജറ്റും, എത്ര ബഡ്ജറ്റിനാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗിഗിനനുസരിച്ച് നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് ഏതാണെന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഓഫർ അയക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എനിക്ക് വന്ന ഒരു റിക്വസ്റ്റാണ്, വാട്സപ്പ് മാർക്കറ്റിംഗ് സർവീസ് ടൂളിനുള്ള ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനൊരു ഓഫർ അയക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓഫർ അയക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സെൻഡ് ഓഫറിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയച്ചിരിക്കുന്ന റിക്വസ്റ്റിന് മാച്ച് ആയിട്ടുള്ള ഗിഗ് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഗിഗ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഓഫർ ഡിസ്ക്രൈബ് ചെയ്യണം, എങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുക. അപ്പോൾ അവരുടെ നെയിം അവർ കൊടുത്തിട്ടുണ്ട്, ബയറിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും ബയറിൻ്റെ നെയിം വെച്ചിട്ട് ഗ്രീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്കിൽ നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാനതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ വർക്കിനെ പറ്റി നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ വർക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും, എത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ നമുക്ക് ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരും കൂടി കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം. കാരണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ റിക്വസ്റ്റ് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കണം. പിന്നെ ഇതിൻ്റെ എമൗണ്ട്, നമുക്കൊരു എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു $10 വർക്കാണ്. അപ്പോൾ ഞാനിവിടെ $10 കൊടുക്കുകയാണ്. പിന്നെ ഡെലിവറി ടൈം, ഇത് 3 ദിവസമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 days തന്നെ കൊടുക്കുകയാണ്. ഇനി നമ്പർ ഓഫ് റിവിഷൻസ്, ഇപ്പോൾ നമ്പർ ഓഫ് റിവിഷൻസ് നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അൺലിമിറ്റഡ് റിവിഷൻസ് കൊടുക്കുന്നത് നന്നായിരിക്കും.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ്ക് ഫോർ ഗിഗ് റിക്വയർമെന്റ്സ്. അപ്പോൾ ഇത് ഗിഗുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് വേണം, കറക്റ്റ്. അപ്പോൾ അവർ ആ ഇമേജ് അയച്ചു തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിഗ് റിക്വയർമെൻറ്റ് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഓണാക്കിയിടാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ഓഫർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ഓഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി നമ്മൾ ഓഫർ സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ഓഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ഓഫേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫർ ഇവിടെ നമ്മൾ ഓൾറെഡി അയച്ച ഓഫേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അയച്ച റിക്വസ്റ്റ് നമ്മൾ അയച്ച ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് നമ്മളെ മെസ്സേജിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിരിക്കുക. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബയർ റിക്വസ്റ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഈ കുറച്ച് ഓഫേഴ്സ് മാത്രമുള്ളതിലേക്ക് അയക്കാൻ നോക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മളിത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഓഫേഴ്സ് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഓഫർ അയക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. കാരണം എപ്പോഴും ഇങ്ങനെ ബയർ റിക്വസ്റ്റ് അയക്കുന്ന ക്ലയൻസ് നമ്മൾ മറ്റ് ക്ലയൻസിനെ പോലെയല്ല, നേരെ ഗിഗ് പോയി നോക്കിയിട്ട് അങ്ങനെയൊന്നും ആവില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരെ ആയിരിക്കും അവർ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വേഗം ബയർ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഓഫേഴ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത വർക്കുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിമൂവ് റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് നമുക്ക് ഈ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ ബയർ റിക്വസ്റ്റിൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഒരു ബിഗിനറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാലും അതിന് ഒരു ക്ലയൻറ്റ് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റിംഗ്സും റിവ്യൂസും ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനൊരു ബയർ റിക്വസ്റ്റ് ആണ്, നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്